ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടീച്ച് നെറ്റിക്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പൂക്കളില്ലാണ്ട് എങ്ങനെ അത്തപ്പൂക്കളം ഒരുക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് പൂക്കൾ കിട്ടാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ നല്ല ഭംഗിയായിട്ടുള്ള പൂക്കളം ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് തേങ്ങയുടെ പീരയാണ്. തേങ്ങാപ്പാലൊക്കെ എടുത്തു കഴിഞ്ഞാലുണ്ടാവുന്ന ആ പീരയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് പല കളറ് യൂസ് ചെയ്തിട്ട് നമുക്ക് പൂക്കളുണ്ടാക്കാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് വേണ്ടിയിട്ടുള്ള കളറുകൾ റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ഫാബ്രിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് ഈ തേങ്ങയുടെ പീരയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇപ്പോൾ യെല്ലോ കളറ് കിട്ടി. ഇനി നമുക്ക് വയലറ്റ് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഉജാലയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ കുറേ കളറുകൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ ലൈറ്റ് റോസാണ് ഉണ്ടാക്കുന്നത്. അതിന് വൈറ്റും റെഡും കൂടി മിക്സ് ചെയ്തിട്ട് ലൈറ്റ് റോസ് ഉണ്ടാക്കി. നമ്മൾ ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൂവിനുണ്ടാവുന്ന ഒരു ഗ്ലേസിങ് ഉണ്ടാവുമല്ലോ, ആ ഗ്ലേസിങ് ഈ തേങ്ങാപ്പൂവിന് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനായിട്ട് ഫാബ്രിക് പെയിൻറ്റ് മേടിക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല. എത്ര സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് പിന്നെ ഫാബ്രിക് പെയിൻറ്റ് ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അത് കാണാത്തവർ പോയി കാണുക. എന്നിട്ട് ഫാബ്രിക് പെയിൻ്റൊക്കെ ഉണ്ടാക്കി നല്ലൊരു അത്തപ്പൂക്കളം റെഡിയാക്കി. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിമ്പിൾ മെത്തേഡ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെപ്പോലെ എല്ലാവരും ഈ ഒരു സിറ്റുവേഷനിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് പൂക്കളില്ലാത്തതെന്നുള്ളത്. പൂക്കളുണ്ട്, മാർക്കറ്റിലൊക്കെ കുറച്ച് അവൈലബിളാണ്, പക്ഷേ നല്ല കോസ്റ്റ്ലിയാണ്. പിന്നെ കൊറോണ ആയതുകൊണ്ട് പുറത്തൊക്കെ പോയി പൂക്കൾ പറിക്കാനും പ്രയാസമാണ്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് അട്രാക്റ്റീവായിട്ടുള്ള പൂക്കൾ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നമ്മൾ പഠിക്കും. അപ്പോൾ ഇത് എല്ലാവരും ചെയ്തു നോക്കുക. എന്നിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ആ ബെല്ലൈക്കണും എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോയും അപ്ഡേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ അത്തപ്പൂക്കളം റെഡിയാക്കാം. ഞാനിത് മുഴുവൻ ഇട്ട് വയ്ക്കുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തിരുവോണാഘോഷിക്കുക. എല്ലാവർക്കും ഒരു അഡ്വാൻസായിട്ട് ഹാപ്പി ഓണം. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.